നമ്മളിന്ന് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇത് എത്ര ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വാഴക്കല്യാണിത്. വാഴയുടെ അടിയിലുണ്ടാവണ വാഴയുടെ വിത്തില്ലേ, ആ സംഭവം ആണിത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കും. നമ്മൾ മാത്രമല്ല, ഇവിടെയൊക്കെ എല്ലാവരും ഉണ്ടാക്കും. പയറിട്ടിട്ട് അല്ലെങ്കിൽ മുതിരയൊക്കെ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കും. ഇത് നല്ല വയറിന് നല്ലതാണ്. ഇത് ഇത്തിരി ഉണ്ണിപ്പിണ്ടിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഈസി ആയിട്ട് മുറിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ ഭയങ്കര സ്ട്രോങ് ഈ സംഭവം. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കിയാൽ, പയറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുക്കണം. ഇതൊരു ടാസ്ക്കാണ്. അയ്യോ, എന്തൊരു ഉറപ്പതിന്. അപ്പോൾ നമ്മൾ നടു മുറിച്ചിട്ട് അരിയാന്ന് വെച്ചു. മറ്റേതാകുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് മുറിക്കാനായിട്ട്. അപ്പോൾ ഇതാവുമ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ണിപ്പിണ്ടി അരിയണ മാതിരി ചെറിയ ചെറിയ പീസുകളായിട്ട് ഇത് മുറിച്ചെടുക്കാം. ഉപ്പേരി വയ്ക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കിയോ കേട്ടോ. നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. പിന്നെ നമുക്ക് വയറിനൊക്കെ നല്ലതാണ് കഴിക്കണത്. സാധാരണ ഇത് നേന്ത്രവാഴയുടെയാണ് കേട്ടോ ഈ വാഴക്കല്ല് ഉപയോഗിക്കുക. നേന്ത്രവാഴയുടെ കൊല വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വാഴ ഇളക്കിയിട്ട് അതിൻ്റെ ചെറിയ കന്നുകളൊക്കെ മാറ്റി വേറെ നടാൻ വേണ്ടിയിട്ട് എടുക്കുമല്ലോ. അപ്പോൾ അതിലത്തെ കന്നുകളാണ് ഇത്. കൊല വെട്ടി കഴിഞ്ഞ് മൂത്ത് വെട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ എടുക്കുക. ഇത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഉപയോഗിക്കും. പയർ ഇഷ്ടമുള്ള ആൾക്കാർ പയറിടാം, മുതിര ഇഷ്ടമുള്ള ആൾക്കാർക്ക് മുതിര ഇടാം. ഞങ്ങൾക്കിവിടെ പയറിട്ടിട്ട് വയ്ക്കുന്നതാണ് കൂടുതലിഷ്ടം. നല്ല ടേസ്റ്റ് അത് പേരുണ്ടാക്കിയ. അപ്പോൾ ഇതൊക്കെ അരിയട്ടെ കേട്ടോ. ഇതുപോലെ ചെറുതുകളാക്കിയിട്ട് ഇതിലുള്ളൊരു നൂലുണ്ടാവും. അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂല് നമുക്ക് ചുറ്റിയെടുക്കണം. ഉണ്ണിപ്പിണ്ടിയുടെ നൂല് ചുറ്റണ മാതിരി ഇതിൻ്റെ ഉള്ളിലത്തെ നൂലും ചുറ്റിയെടുക്കും. നമ്മളൊരു മുള്ള് വെച്ചിട്ടാണ് ചുറ്റിയെടുക്കുക. നമ്മുടെ വാഴക്കല്ലൊക്കെ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിലിങ്ങനെ നൂലുകൾ കണ്ട കുറേശ്ശെ ഇങ്ങനെ വിട്ടിട്ട് വരാണ്ട് നിൽക്കണണ്ട. ആ നൂല് നമ്മൾ ചുറ്റി മാറ്റണം, ചുറ്റി കളയണം, നൂലെടുത്ത് കളയണം. പിന്നെ ആ നൂലൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് റെഡിയാക്കാം. ഇതിൻ്റെ ഒരു കറ ഉണ്ടാവും കേട്ടോ. അതാണ് ഈ വെള്ളത്തിനൊരു കളർ കാണുന്നത്. നല്ല ക്ലീനാക്കി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വൈറ്റായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ വാഴക്കല്ലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ നൂല് ചുറ്റിയെടുക്കാം. ഇതിങ്ങനെ മുള്ളുകൊണ്ടാണ്, നമ്മൾ ഒരിക്കൽ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുള്ളുകൊണ്ടാണ് ചുറ്റിയെടുക്കുക. ഈ മുള്ള് സത്യം പറഞ്ഞാൽ ഒരു 10 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഈ മുള്ള എപ്പോഴും അവിടെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കും. കാരണം ഇത് എപ്പോഴും കിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു മുള്ള്. ഇതുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാൻ എളുപ്പമാവും. ഉണ്ണിപ്പിണ്ടി ആയാലും ഇതുപോലെ ഇതൊക്കെ എപ്പോഴും കിട്ടൂല നമുക്ക്. ഈ ഉണ്ണിപ്പിണ്ടിയൊക്കെ വല്ല എപ്പോഴല്ല നമ്മൾ കറിയൊക്കെ വെക്കണത്. ഉണ്ണിപ്പിണ്ടി ആയാലും ഈ വാഴക്കല്ലി ആയാലും. അപ്പോൾ പിന്നെ ഈ സംഭവം തപ്പി നടക്കണ്ടേ. കണ്ട മുള്ള് കണ്ട, നൂല് കണ്ട ചുറ്റി പോന്നിരിക്കണം. എത്ര നൂലാന്ന് നോക്കും. അപ്പം ഇതുപോലെ എല്ലാ നൂലും ഇതുപോലെ നമുക്ക് ചുറ്റി എടുക്കാം. നൂല് കളയാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് കഴിക്കുമ്പോൾ ഈ നൂലൊക്കെ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പം അത് ഇതുപോലെയാണ് നൂല് കണ്ട. ഇതുപോലെ ഇത് ചുറ്റിയെടുക്കാം കേട്ടോ. ചുറ്റിയൊക്കെ എടുത്തിട്ട് കാണിക്കാം. പയർ നമ്മൾ വെള്ളത്തിലിട്ടുണ്ട്. ഇപ്പോൾ വെള്ളത്തിലിട്ടിട്ടുള്ളൂ ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് അടപ്പത്തിടാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വാഴക്കല്ല നൂലൊക്കെ ചുറ്റിയെടുക്കുന്നുണ്ടോ. ഇത്രയും നൂല് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാട്ടോ. ഇത് കളയണം. ഇത് കളഞ്ഞാലേ നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിതൊന്ന് നന്നായി വാഷ് ചെയ്തിട്ട് എടുക്കാം. ഇന്നൊരു കറി ഉണ്ടാവേ, അതിനാണ് നമ്മൾ വെള്ളത്തിലിടുന്നത്. കണ്ട വെള്ളത്തിൻ്റെ കളർ കണ്ട കറുപ്പ് പോലത്തെ. അപ്പോൾ ഇത് കഴുകി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിച്ചു. വാഴക്കല്ലൊക്കെ കഴുകി ഇതാണ്. നമുക്കിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പയർ വല്ലാതെ കുറച്ചിടരുത്, കുറച്ച് പയറിടണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. പയർ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ സാധാരണ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കണേക്കാളും കുറച്ച് കൂടുതൽ പയറിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വേണം. ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം പയറും ഏകദേശം ഉണ്ടായാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് പയർ ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ഒരുമിച്ചിടണം. പക്ഷേ ഇതിൻ്റെ അത്രയ്ക്ക് തന്നെ വേവ് ആ വാഴക്കല്ലയ്ക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
ഏകദേശം അതിൻ്റെ ഒപ്പത്തിന് നിൽക്കണ പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കത്തിച്ചിട്ടുണ്ട്, അത് മറന്നുപോയി. ശക്കലം കൂടി വയ്ക്കാം. അത് മൂടി വയ്ക്കാം. ഇത്രയ്ക്കുണ്ട് വെള്ളം. ഒരു 2-3 വിസിലടിച്ചതിന് ശേഷം നമുക്ക് എയർ പോയിട്ട് തുറക്കാം. അപ്പോൾ നമ്മുടെ പയറും വാഴക്കല്ലൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല കേട്ടോ. ഉപ്പിട്ട് കൊടുക്കട്ടെ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ പൊട്ടത്. പൊടിപ്പാണെങ്കിൽ ഇടാൻ കുഴപ്പമില്ല. നന്നായി ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപ്പേരിയാക്കാം. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഈ നമ്മുടെ ഉള്ളി, ചുവന്നുള്ളിയും വേപ്പിലയും ചതച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇല്ല കേട്ടോ, ചുവന്നുള്ളിയും വേപ്പിലയും മാത്രം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനത്തെ ഉപ്പേരിക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. പിന്നെ സാധാരണ ഉപ്പേരി ഉണ്ടാക്കണേക്കാളും ശകലം കൂടുതൽ ഒഴിച്ചോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഒന്ന് ചൂടാവട്ടെ നന്നായിട്ട്. നമ്മുടെ എണ്ണ ചൂടായി, വെളിച്ചെണ്ണ ചൂടായി. നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ എപ്പോഴും ഉപ്പേരി വയ്ക്കുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കാറ്. ഉള്ളിമുളക് മൂപ്പിച്ചിട്ട് സാധാരണ നമ്മുടെ ഉപ്പേരി. ഇത് ഞാൻ ഇത്തിരി ഒരു കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തതാണ്. ഉള്ളി ചേർത്ത് കൊടുത്തു. നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. നാളികേരം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വെളുത്തുള്ളി ചേർക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഉള്ളി ചേർക്കുന്നതിൻ്റെ ഒപ്പം കുറച്ച് വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ ഈ നാളികേരം വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് ഉള്ളിമുളക് മൂപ്പിച്ചിട്ട് അത് മാത്രമായിട്ട് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി വ്യത്യാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ചില ആൾക്കാർക്ക് ഇത് എന്താണ് സംഭവം തന്നെ അറിയണ്ടാവില്ലേ. ഈ വാഴക്കല്ല് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത് കഴിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കണവരും ഉണ്ടാവും. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച പയറും വാഴക്കല്ലും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ചോറൊക്കെ കഴിക്കുമ്പോൾ അത് കുറച്ച് ചോറ് കഴിച്ചിട്ട് ഇത് കുറച്ച് കൂടുതൽ കഴിക്കാം. അതിനൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ചും ഷുഗറുള്ള ആൾക്കാർക്കോ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കാവുമ്പോൾ കുറച്ച് എണ്ണ കുറച്ചാൽ മതി. കൊളസ്ട്രോളുള്ള ആൾക്കാർക്കാവുമ്പോൾ ജസ്റ്റ് വേവിച്ചിട്ട് വെറുതെ കഴിക്കാനും നല്ലതാണ്. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം. പണ്ടത്തെ ആൾക്കാരൊക്കെ ഒരുപാട് ഉപയോഗിച്ചിരുന്നതാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരുപാട് ഉപയോഗിച്ച് നടന്ന സംഭവമാണിത്. ഇതൊന്നും വീട്ടിലുണ്ടാവുമ്പോൾ ആരും വേസ്റ്റാക്കി കളയില്ല. ആ സീസണിൽ ഇതന്നെ ഇങ്ങനെ വയ്ക്കും എപ്പോഴെപ്പോഴും അങ്ങനെ. ഇപ്പോൾ നമ്മൾ അധികം ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കണില്ലല്ലോ. ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ സാധനങ്ങൾ തീരെ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ കിട്ടിയാൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള വാഴക്കല്ലും പയറും ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതുപോലെ ഇരിക്കുകയാണ്. ശരിക്കും 3 വിസിലടിച്ചു. അപ്പോൾ ഒന്നും കൂടിയും ഇത്തിരി കൂടി നേരത്തെ തുറക്കാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇതിപ്പോൾ കുഴപ്പമില്ല, നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത്തിരി കൂടി ഇങ്ങനെ വേവ് കുറച്ച് വേണ്ട ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു 2 വിസിലടിച്ച് ഓഫ് ചെയ്തിട്ട് എടുക്കാം. പയർ 10 മിനിറ്റ് വെള്ളത്തിലിട്ടതായതുകൊണ്ട് കറക്റ്റ് വേവായി. ഇതിൻ്റെ ഒപ്പം വെന്തു.